ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരത്തിന്റെ തുടക്കം എന്താണ് എന്ന് ഓർമ്മയുണ്ടോ? നീറ്റ് ചോദ്യപേപ്പർ ലീക്ക് എന്നായിരുന്നു. പക്ഷേ അതായിരുന്നില്ല ഈ സമരത്തിന്റെ തുടക്കം. ഇത് ആരംഭിച്ചത് നീറ്റ് പരീക്ഷയിൽ നിന്നല്ല, വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നുമല്ല, കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ നിന്ന് പോലുമല്ല. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ഒരു പരാമർശത്തിൽ നിന്നായിരുന്നു ഇതിന്റെ തുടക്കം. തൊഴിലിന് ശ്രമിക്കാതെ സോഷ്യൽ മീഡിയയിലും RTI ആക്ടിവിസത്തിലും ഒക്കെ ഇറങ്ങുന്ന ചില വക്കീലന്മാരെ അദ്ദേഹം കോക്രോച്ചസ് എന്ന് വിളിച്ചു. അതായിരുന്നു ട്രിഗർ. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമാണ്. പ്രസ്താവന നടത്തിയത് ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ പ്രതിഷേധത്തിന്റെ ലക്ഷ്യം എങ്ങനെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ ആയത്? ഒരു ജഡ്ജിയുടെ വാക്കിൽ ആരംഭിച്ച മൂവ്മെന്റ് എങ്ങനെയാണ് നീറ്റ് സമരമായി മാറിയത്? പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ വീണ്ടും പരീക്ഷ നടത്തി റിസൾട്ട് പ്രഖ്യാപിച്ച് കുറ്റക്കാർ ആയവരെ അറസ്റ്റും ചെയ്ത് അടുത്ത വർഷത്തെ ഓൺലൈൻ എക്സാമിനേഷന്റെ പ്ലാനും വരെ പ്രഖ്യാപിച്ച ശേഷം ഇതെങ്ങനെ ഒരു സർക്കാർ വിരുദ്ധ കലാപമായി മാറി? ഇതിന്റെ പിന്നിൽ ഒരു വലിയ വികാരമുണ്ട്. 20 വിദ്യാർത്ഥികളുടെ മരണം. ഇതൊക്കെ വിശദമായി ഇതിന്റെ പിന്നിലെ ഫാക്ട്സ് മനസ്സിലാക്കി തന്നെ നമ്മൾ എന്താണ് നടന്നത് എന്നറിയേണ്ടതുണ്ട്. ചീഫ് ജസ്റ്റിസിൽ നിന്നും ധർമ്മേന്ദ്ര പ്രധാനിലേക്കും സമരത്തിന്റെ അണിയറ പ്രവർത്തനങ്ങളെ കുറിച്ചും ഈ സമരത്തിന്റെ പിന്നിലെ മറ്റു ചില സമരങ്ങളുമായുള്ള സാദൃശ്യത്തെ പറ്റിയും ഒക്കെ ചിന്തിച്ചാൽ പലതും നമുക്ക് കൂടുതൽ വ്യക്തമാകും. മെയ് 15 ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചില യുവാക്കളെ കോക്രോച്ചസ് എന്ന് വിശേഷിപ്പിച്ചതായി ചില വാർത്തകൾ വന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്റെ വിമർശനം തൊഴിലില്ലാത്ത യുവാക്കളെ കുറിച്ചല്ല, വ്യാജ ഡിഗ്രി ഉപയോഗിച്ച് നിയമവൃത്തിയിലും മറ്റു മേഖലകളിലും കയറി കൂടിയവരെ കുറിച്ചായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. 4 ദിവസത്തിന് ശേഷം മെയ് 19 അഭിജിത് ദീപ്കെ കോക്രോച്ച് ജനതാ പാർട്ടി വെബ്സൈറ്റ് ആരംഭിച്ചു. CJPയുടെ ആദ്യ നിബന്ധനകൾ എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? പറയും. ചീഫ് ജസ്റ്റിസുമാരെ രാജ്യസഭ MP ആക്കാതിരിക്കാം. ഏതെങ്കിലും ഒരു പൗരന് വോട്ടിംഗ് നഷ്ടപ്പെട്ടാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അറസ്റ്റ് ചെയ്യുക. പാർലമെന്റിൽ 50% വനിതാ സംവരണം ഏർപ്പെടുത്തുക. അംബാനിയുടെയും അദാനിയുടെയും ഷെയർ ഉള്ള ചാനലുകൾ അടച്ചുപൂട്ടുക. കൂർമാറുന്ന സാമാജികരെ അയോഗ്യരാക്കുക. അതായത് മെയ് 19 കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വെബ്സൈറ്റ് നിർമ്മിക്കുമ്പോഴോ മെയ് 24 അത് വീണ്ടും അപ്ഡേറ്റ് ചെയ്യുമ്പോഴോ നീറ്റ് എക്സാം ഒരു വിഷയം തന്നെ ആയിരുന്നില്ല. പക്ഷേ ജൂൺ 6 ജന്തർ മന്ദറിൽ പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി അവരുടെ ഗോൾ പോസ്റ്റ് തന്നെ മാറ്റിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഈ 5 പരിപാടിയല്ല, മറിച്ച് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് പ്രധാന ആവശ്യം. ഇനി ജൂൺ 6 വരുമ്പോൾ എന്തിനായിരുന്നു സമരം? അക്കൗണ്ടബിലിറ്റി, അതായിരുന്നു ആവശ്യം. പക്ഷേ സർക്കാർ അക്കൗണ്ടബിലിറ്റി കാണിക്കാൻ ഒന്നും ചെയ്തില്ലേ? ചെയ്തു. ചോദ്യപേപ്പർ ലീക്കായി എന്ന് ബോധ്യമായി 3 ദിവസത്തിനുള്ളിൽ തന്നെ പരീക്ഷ റദ്ദാക്കി. മുഴുവൻ കുട്ടികൾക്കും ഫീസ് റീഫണ്ട് ചെയ്തു. വീണ്ടും പരീക്ഷ നടത്താനുള്ള തീയതി പ്രഖ്യാപിച്ചു. കേസ് CBIക്ക് കൈമാറി. CJP ഉണ്ടാകുന്ന മെയ് 15 തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്തു തുടങ്ങിയിരുന്നു. ജൂലൈ 19 പ്രതിഷേധത്തിന് മുൻപ് നീറ്റ് ഫലപ്രഖ്യാപനവും കഴിഞ്ഞിരുന്നു. അതായത് കുറ്റക്കാരെ കണ്ടുപിടിച്ച് വിജയകരമായി പരീക്ഷയിൽ നടത്തി ഫലവും പ്രഖ്യാപിച്ച ശേഷവും അടുത്ത വർഷത്തെ ഓൺലൈൻ പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന 70 വർഷത്തെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി പൊതുപരീക്ഷയിലെ ക്രമക്കേടുകൾക്കെതിരെ ഒരു നിയമം കൊണ്ടുവന്ന മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെടാൻ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഒരു പിടിവള്ളി ഉണ്ടായിരുന്നു. 20 വിദ്യാർത്ഥികളുടെ മരണങ്ങൾ എന്ന പുറത്തുകൾ. ഇതേപോലൊരു സംഭവം നടക്കുമ്പോൾ മന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്ന ആവശ്യം തികച്ചും ന്യായമാണ്. പക്ഷേ മന്ത്രി സ്വയം അഴിമതി നടത്തി എന്ന ആരോപണം ഇല്ലാതെ രാജിവെച്ചിട്ടുള്ള 3 സംഭവങ്ങളാണ് ഇന്ത്യൻ ചരിത്രത്തിൽ. അത് ലാൽ ബഹദൂർ ശാസ്ത്രി, നിതീഷ് കുമാർ എന്നിവർ 200-നടുത്ത് ആളുകൾ മരിച്ച റെയിൽവേ അപകടങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തും പിന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകര ആക്രമണമായ മുംബൈ ആക്രമണത്തിന് ശേഷം അന്നത്തെ ആഭ്യന്തരമന്ത്രിയുമാണ് രാജിവെച്ചത്. പക്ഷേ മുഴുവൻ ഇന്ത്യയുടെ ചരിത്രത്തിലും ഇതേപോലൊരു പ്രശ്നവുമായി 2 സർക്കാർ ഉദ്യോഗസ്ഥർ നടത്തിയ അഴിമതിയുടെ പേരിൽ ഒരു മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം, അതും അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുൻപിൽ എത്തിച്ചതിന് ശേഷവും ഒരു മന്ത്രി അക്കൗണ്ടബിൾ ആണോ, രാജിവെക്കണം എന്ന ആവശ്യമോ അല്ലെങ്കിൽ രാജിയോ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെങ്ങും നടന്നിട്ടില്ല. ഒരു സർക്കാർ പാനലിൽ ഉള്ള ഉദ്യോഗസ്ഥൻ PV കുൽക്കർണി അയാൾ കാണിച്ച അഴിമതി, അതിന്റെ പേരിലാണ് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിക്കപ്പെടുന്നത്. എന്നാൽ ഇത് ആളുകൾക്ക് വൈകാരികമായി തോന്നാൻ ഒരു കണക്ക് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. 20 വിദ്യാർത്ഥികളുടെ മരണങ്ങൾ.
ലഭ്യമായ എല്ലാ വിവരങ്ങൾ പ്രകാരവും ഈ വർഷത്തെ നീറ്റ് എക്സാമിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏകദേശം 11 മുതൽ 12 വരെ മാർഗങ്ങളുണ്ട്. പക്ഷെ ഇതിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2001 മുതൽ 2017 വരെയുള്ള കാലഘട്ടത്തിലെ പരീക്ഷയിലെ പരാജയങ്ങളുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ മരണങ്ങളുടെ എണ്ണം 12,500 ആണ്. 2025 നീറ്റ് എക്സാമിന് ശേഷം ആത്മഹത്യ ചെയ്തത് 32 കുട്ടികളാണ്. അതായത് ഇന്ത്യ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ ഈ ആത്മഹത്യകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി കൊണ്ട് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രശ്നം ഇത് സോൾവ് ആകുമോ? നിങ്ങൾ തന്നെ ചിന്തിക്കും. ഇനി നമുക്ക് സമരത്തിലേക്ക് തിരിച്ചു വരാം. സർക്കാരുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു വിഷയം, കോടതി എടുത്ത ഒരു നടപടി യുവാക്കളുടെ അതൊരു പ്രശ്നമാകുന്നു. ഒരു അവാർഡ് ജേതാവും പ്രശസ്തനുമായ വ്യക്തിയുടെ പിന്തുണയോടെ ഇത് കൂടുതൽ പോപ്പുലർ ആകുന്നു. സമരം സർക്കാരിനെതിരെ തിരിയുന്നു, യുവജനങ്ങൾ തെരുവിലിറങ്ങുന്നു, അൽ ജസീറ, മറ്റ് വിദേശ മാധ്യമങ്ങൾ ഇവയൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ആളുകൾ ഇതിൽ കൊല്ലപ്പെട്ടു എന്ന പേരിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കും. ഇത് കേൾക്കുമ്പോൾ ഞാനത് ഇവിടെ നടന്ന CJP പ്രൊട്ടസ്റ്റിനെ പറ്റി പറയുകയാണ് എന്ന് നിങ്ങൾ കരുതിയും അല്ല. കഴിഞ്ഞ വർഷം ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിനെതിരെ ബംഗ്ലാദേശിൽ നടന്ന കലാപത്തിന്റെ വിവരങ്ങളുണ്ട്. ഇത് കേട്ട് CJP പ്രൊട്ടസ്റ്റിനെ പറ്റിയാണ് ഈ പറയുന്നത് എന്ന് തോന്നിയത്. അതിന്റെ അർത്ഥം ഇതിന്റെ രണ്ടിന്റെയും പ്ലേ ബുക്ക് ഒന്നാണ് എന്നാണ്. क्या लगता है कि इस्तीफा मिलेगा, रेजिग्नेशन देंगे धर्मेंद्र प्रधान या नहीं? ऑनेस्टली जब तक मोदी है मुझे तो नहीं लगता तब तक मिलेगा. मैं तो चाहती हूँ मोदी को भी गोली मार दो, सही में मैं तो मार भी दूंगी. मतलब आप प्राइम मिनिस्टर के लिए ऐसी बात बोल रहे हो, मोदी को गोली मार? कुछ हुआ भी है? नहीं नहीं. आप जो बोल അവിടെ മുഹമ്മദ് യൂനുസ്, ഇവിടെ സോനം വാങ്ചുക്. അവിടെ സുപ്രീം കോടതി ഇറക്കിയ ഒരു ഉത്തരവ്, ഇവിടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് നടത്തി എന്ന് പറയപ്പെടുന്ന ഒരു പരാമർശം. രണ്ടിടത്തും ഇത് നിയന്ത്രിക്കാൻ ആളില്ലാത്ത യുവാക്കളെ തെരുവിലിറക്കി. രണ്ടിടത്തും കലാപം ആളിക്കത്തിക്കാൻ വ്യാജ മരണങ്ങളുടെ വാർത്ത ഷെയർ ചെയ്തു. പോരാത്തതിന് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ 65,000 രൂപയാണ് ഒരു ഇൻഫ്ലുവൻസേഴ്സിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിന്റെ പിന്നിൽ. പൗരത്വ നിയമത്തിനെതിരെ നടന്ന സമരത്തിലും ഇപ്പോൾ ജന്തർ മന്ദറിലും ഒക്കെ സമരക്കാർക്ക് ഭക്ഷണവും വെള്ളവും സഹായവുമായി ഒക്കെ എത്തിയ വിദേശ ഫണ്ട് തിരിമറി ആരോപണം നേരിടുന്ന ഹോംകുൻ ഫൗണ്ടേഷൻ ആരുടേതാണ്? അതേ വിദേശ ഫണ്ട് തിരിമറി ആരോപണം നേരിടുന്ന സോനം വാങ്ചുക് ആണ് പ്രക്ഷോഭത്തിന് മുൻപിൽ. ഇങ്ങനെ സമരത്തിന് ഊർജം പകരുന്ന ധാരാളം ആളുകൾ, ധാരാളം കാരണങ്ങൾ. നീറ്റ് പരീക്ഷ സുരക്ഷിതമാകണം. നമ്മുടെ ആയിരക്കണക്കിന് കുട്ടികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന പരീക്ഷാ ശൈലി മാറ്റണം. ചോദ്യപേപ്പർ മോഷ്ടിച്ച് പുറത്തുവിട്ട ക്രിമിനലുകൾ ഇനി പുറം ലോകം കാണരുത്. ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ബംഗ്ലാദേശ് മോഡൽ കലാപം ഇന്ത്യയിൽ നടത്താനുള്ള ഒരു ലൈസൻസായി കരുതുന്നവർ ആരായാലും അവരെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തേണ്ടത് സമൂഹം എന്ന നിലയിൽ നമുക്ക് കടമയാണ്.